അപ്പൊ ഈ 2.5 കോടിയോ 3 കോടിയോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നീ ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേരാണ് ആ ടൈമിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു 100 പേരാണ് ഒരു വർഷം വരുന്നത്. ആ 100 പേര് ഇപ്പൊ 20 പേരായി. ഇത് വെളിയിൽ നിൽക്കുന്ന ആൾക്കറിയില്ല. അപ്പൊ ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാലേ എല്ലാവർക്കും, ഇപ്പം ഞങ്ങൾ ആക്ടേഴ്സിന് മാത്രമല്ല, ഈ പറയുന്ന 100 ഫാമിലീസ് ഒരു മാസം തള്ളി നീക്കുന്നത് ഇത്തരം പ്രൊഡ്യൂസേഴ്സുകളുണ്ടാവും. സോ ലെറ്റ് us വെൽക്കം ദോസ് പ്രൊഡ്യൂസേഴ്സ്. അല്ലാതെ അപ്പോഴേക്കും കണക്കിട്ടിട്ട് നമുക്ക് ഇറ്റ് ഷുഡന്റ് ഹാപ്പൻ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ 3 മാസത്തെ അവരുടെ പ്രോഫിറ്റ് മാത്രമേ ആവുന്നുള്ളൂ ഒരു സിനിമ. ഇൻടേൺ 100, പിന്നെ ചിലപ്പം ഹിറ്റ് പഠിക്കാം. എത്രയോ സിനിമ അങ്ങനെ വന്നടിച്ചു, കണ്ടിട്ടില്ല നമ്മള്. സൂപ്പർ ഹിറ്റ്സ് അടിച്ചിട്ട് ഹിറ്റ് അടിക്കുന്നു. അപ്പൊ അത് ഇറ്റ്സ് എ ലക്ക്. ഇതൊരു പ്രതീക്ഷയാണല്ലോ. ഓരോ പടക്കം പൊട്ടുമ്പോഴും അടുത്ത ഒരെണ്ണം നന്നായിട്ട് പൊട്ടും എന്നുള്ള ഒരു സാധനം വരുമല്ലോ. പടക്കം പോകുന്നില്ലേ? എന്താ നീ പറഞ്ഞ മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ദീപാവലിക്ക് ഇറക്കാം. എന്തായാലും രവീന്ദ്ര, നീ ഇവിടെ ഒരു പടക്കമല്ല, മികച്ച ഒരു സിനിമയാണ് അല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഈ പടക്കം എന്നുള്ള വാക്കിനെ എന്തിനാണ് ഒരു മോശമുള്ള വാക്കായി? പടക്കം എന്ന് പറയുന്ന എല്ലാ ആഘോഷങ്ങൾക്കും പൊട്ടിക്കുന്ന വളരെ സന്തോഷമായിട്ട് എല്ലാവരും അതിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു സാധനമാണ്.